ചെയ്തുകൊണ്ടിട്ട് പബ്ലിക് എക്സാമിനേഷൻ നടന്ന ദിവസം ഞാൻ എറണാകുളം ഷൈനാസ് തിയേറ്ററിൽ പോയിട്ട് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ കൗബോയ് സിനിമ തോറ്റു. ഞാൻ വിചാരിച്ച അപ്പച്ചൻ എന്നെ തല്ലിപ്പോയി. അപ്പച്ചൻ അറിഞ്ഞു ഞാൻ തോറ്റതിൻ്റെ കാരണം എന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചു. ഞാൻ ഇപ്പം അടിച്ചു കൊല്ലുമെന്ന് കരുതി. അപ്പം അദ്ദേഹം പറഞ്ഞു, എടാ ഈ തെങ്ങിൻ്റെ മുകളറ്റം വരെ കയറിയിട്ട് ഒരു വെള്ളക്ക, അതായത് ചിലയിടത്തൊക്കെ മച്ചിങ്ങ എന്ന് പറയും, അത് പറിക്കാതെ താഴ്ത്ത് വരുന്നത്, അത് നെഞ്ചൊരച്ചക്കല്ലേ കയറുന്നത്, അതത്ര വലിയ സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നിനക്ക് എങ്ങനെയാ തോന്നണെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ തീയും വെള്ളമൊക്കെ തിരിച്ചറിയാവുന്ന പ്രായമായിട്ടുണ്ട്, 15 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ വിചാരിച്ച് പിന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ട് തന്നെ ആക്കി ഇനിയും SSLC പരീക്ഷ എഴുതിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പൊ പുള്ളി പറഞ്ഞ് ഇഷ്ടമുള്ളവരെ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ അങ്ങനെയാണ് ഞാൻ നാളെ തൊട്ട് കൂലിപ്പണിക്ക് പോട്ടെ എന്ന് ചോദിച്ചു. നല്ല കാര്യമല്ലേ, കാരണം ഇവിടെ മുഴുവൻ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഇങ്ങനെ പല പല കക്ഷികളൊക്കെ ഉള്ളത്. അപ്പം കൂലിപ്പണിക്കാരനായുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടായ നാടുകൾ മുഴുവൻ നിനക്ക് പണി കിട്ടും. അപ്പൊ അത് കൊണ്ടിട്ട് നീ അത് നല്ല പണിയാണ്. ഇത് പറയണ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാരാജ് കോളേജിലെ പ്രീ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തോ പറഞ്ഞൊരു വിദ്യാഭ്യാസം ഉണ്ട്. അതൊക്കെ നേടിയിട്ട് ഈ കീറ്റ്സും ഷെല്ലിയും ഒക്കെ വായിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, കൊള്ളാം, നല്ല കാര്യം. പക്ഷെ അപ്പോഴും എൻ്റെ വായന, ഞാൻ മുട്ടത്ത് വർക്കിയും കാനോ ഈ ജയും ചെമ്പിൽ ജോണും ഒക്കെ വായിച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ PF മാത്യൂസ് എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ വീടിൻ്റെ അയലൊക്കത്ത് വന്ന് താമസിക്കാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മാർക്കേഴ്സ് എന്ന് കേട്ടിട്ടില്ല, യോസ എന്താണെന്ന് കേട്ടിട്ടില്ല, ഞാൻ അതേപോലെ തന്നെ മിലാൻ കുന്ദേര എന്താണെന്ന് കേട്ടിട്ടില്ല, ജൂലിയ കോർത്തസാർ ആരാണെന്ന് എനിക്കറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് കാനോ വിജയും ഈ ചെമ്പിൽ ജോണും മുട്ടത്ത് വർക്കിയും കോട്ടയം പുഷ്പനാഥും ഒക്കെ മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഇവൻ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടുകാരാണ്. അപ്പൊ എനിക്ക് ഈ കൂലിപ്പണിയൊക്കെ എടുത്ത് എനിക്ക് അന്നത്തെ കാലത്ത് കാശ് കിട്ടുമ്പോൾ മാത്യു ഒന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, അന്നേ മുതൽ മാത്യു വായിക്കും. അപ്പൊ മാത്യു വന്നിട്ട് ഞാനും അവനും കൂടി, ഞാൻ കൂലിയൊക്കെ മേടിച്ച് വന്നു കഴിയുമ്പോ മാത്യൂസ് ഉണ്ടാവും. ഞങ്ങളിങ്ങനെ കലൂരിൽ നിന്ന് വെണ്ടുരുത്തിപ്പാലം വരെ ഇങ്ങനെ നടക്കും. അപ്പോഴാണ് എന്നോട് ഈ വിദേശ എഴുത്തുകാരുടെ കാര്യങ്ങൾ മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഈ മാത്യൂസ് എനിക്ക് തരുന്നത്. അങ്ങനെയാണ് ഞാൻ വിവർത്തന കൃതികളിലേക്ക് എത്തുന്നത്. പിന്നീടാണ് ഞാൻ കുറ്റവും ശിക്ഷയും, കരമസവ് സഹോദരന്മാർ തുടങ്ങി റഷ്യൻ ക്ലാസിക്സ് ഒക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി, ബംഗാളി സാഹിത്യം വായിക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ കന്നഡ സാഹിത്യം വായിക്കാൻ തുടങ്ങി. ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു അപ്പൊ എനിക്ക് നന്നായിട്ട് എനിക്ക് തോന്നി, നമ്മുടെ നാട്ടിലുള്ള എഴുതുന്നത് മോശമാണെന്നല്ല എനിക്ക് തോന്നിയത്. കാരണം എന്നെ വായനയിലേക്ക് കൈവിരൽ പിടിച്ചു കൊണ്ടുവന്നത് അവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ലോകത്ത് ഇങ്ങനെയൊക്കെ സാഹിത്യമുണ്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം പിന്നെ മാത്യൂസ് ശരിക്കും പറഞ്ഞ M കൃഷ്ണൻ നായർ പറയുന്നതിന് മുൻപായിട്ട് തന്നെ മാർക്കേസിനെ കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞത് PF മാത്യൂസ് ആണ്. അപ്പോൾ അത്തരം ബോർഹസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇത് അങ്ങനെയാണ് ഞാൻ ഈ വിവർത്തന കൃതികളിലേക്ക് വരികയും പിന്നീട് ഇത് വേദപുസ്തകം പോലെ എൻ്റെ കൈ. കാരണം വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഭാഷകൾ അറിയാൻ പാടില്ല ഒക്കെ ഉള്ള ഒരു മനുഷ്യന് വിവർത്തനം ചെയ്ത് കിട്ടുന്ന കൃതികളാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ നേരത്തെ കുഞ്ഞിനാട് പറഞ്ഞു, ഇപ്പൊ കുറ്റവും ശിക്ഷ എന്ന് പറയുന്ന ആ നോവലില് സോണിയയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന കാര്യം ഈ സോണിയ ഈ കുറ്റവാളിയായ റാസ്കോൾനിക്കോഫിനോട് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ നെടുങ്ങിപ്പോയി. കാരണം കോടതിയോടാണ് കുറ്റമേറ്റ് പറയേണ്ടത്, അതിന് പകരം മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യം നമുക്കിവിടെ കേരളത്തിൽ കിട്ടുന്നത് ഒരു വിവർത്തന കൃതിയിലൂടെയാണ്. അപ്പോൾ അതിന്റെ മൂല ഭാഷയുടെ ഭംഗി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് വന്നത്. അപ്പോൾ
ഇപ്പൊ ഇത് ഈ ഇങ്ങനെ എനിക്കറിയില്ല മുഞ്ഞനാട് പത്മന്മാരൂടെ വരുന്നുണ്ടോ, ഈ വിവർത്തനത്തിന്റെ വർത്തമാനം പറയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജീവിതത്തില് ഈ ഇതൊരു പ്രപഞ്ചം എന്ന് പറയുന്ന അവസ്ഥയില് എത്രയോ മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് വേറെ നമുക്ക് അറിയാവുന്ന ഭൂഖണ്ഡങ്ങൾ വളരെ വിരലിൽ ഉണ്ടാവുന്ന ഭൂഖണ്ഡങ്ങളുണ്ട്, അല്ലാത്ത ഭൂഖണ്ഡങ്ങൾ ഒത്തിരി ഉണ്ട്. അത് ഈ പറയുന്ന എഴുത്തുകാരാണ് ശരിക്കും. അപ്പൊ അവരെ വായിച്ചിട്ട് മരിച്ചു പോവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമെന്ന് ഞാനങ്ങോട്ട് ചിന്തിച്ചു. പിന്നെ വായിച്ചത് മുഴുവൻ വിവർത്തന കൃതികളാണ്. അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് എഴുതാനായിട്ടുള്ള ഒരു താല്പര്യം വരികയും. അന്ന് ഞാൻ ആലോചിക്കാൻ, BP ശിവകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം കണ്ടാമൃഗം എന്നൊക്കെ പറയുന്ന അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു കസേര പോലും എൻ്റെ വീട്ടിലില്ല, ഒരു സ്റ്റൂളില്ല. അദ്ദേഹം നിലത്ത് ആണ് ഇരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്, നീ അതൊക്കെ വായിക്കണം, എൻ്റെ കുറെ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ എനിക്ക് തരികയൊക്കെ ചെയ്തു. അപ്പൊ അവിടെ നിന്നാണ് എൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതി എന്തോ ഒരു ശുപാർശയുമില്ലാതെ കഥ അയച്ചു കൊടുത്തു. അത് കഥാ മാഗസിന് അയച്ചു കൊടുത്ത കഥ S ജയേന്ദ്രൻ നായർ കലാകൗമുദിയിലായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതുകൊണ്ട് UK കുമാരനാണ് എൻ്റെ ഡയറി കുറിപ്പുകൾ വായിച്ചിട്ട് അദ്ദേഹമാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ ഒരു കഥ ഇങ്ങനെ ഈ അച്ചടിയിൽ വരുന്നത്. അവിടെ നിന്ന് തുടങ്ങി കുറെ മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടുഡേയില് അന്ന് സക്കറിയ ഒക്കെ അതിൻ്റെ മേൽനോട്ടമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനെല്ലാം പോയി, എൻ്റെ ഒക്കെ കാശ് കിട്ടുന്നതിൽ മുഴുവൻ ഈ വായനക്ക് വേണ്ടിയിട്ട് ചെലവിടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സക്കറിയ രാധ മാത്രം എന്ന് പറഞ്ഞൊരു കഥ ഇന്ത്യ ടുഡേയിൽ എഴുതി. അപ്പൊ ഞാനന്ന് കൂലിപ്പണിക്കാരനാണ്. അപ്പൊ എനിക്ക് 8 രൂപ എന്ന് പറഞ്ഞ വലിയ തുകയാണ്. അപ്പൊ ഞാൻ ഈ ഇന്ത്യ ടുഡേയുടെ പത്രാധിപർക്ക് കത്തയച്ചു. ഞാൻ പാവം പിടിച്ചൊരു മനുഷ്യനാണ്, കഷ്ടപ്പെട്ട് വെയിലത്ത് നിന്നിട്ടും മഴയത്ത് നിന്നിട്ടൊക്കെ ഉണ്ടാക്കുന്ന പൈസയാണ്. എന്നെ പോലെയുള്ള ഒരുത്തൻ്റെ 8 രൂപ നിങ്ങൾ ഇതേപോലെയുള്ള സക്കറിയെ പോലുള്ളവരുടെ മോശം കഥകൾ പ്രസിദ്ധീകരിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ PK ശ്രീനിവാസനും ജോസഫും ഒക്കെയാണ് അന്ന് അതിൻ്റെ എഡിറ്റേഴ്സ്. അപ്പൊ അന്ന് അവിടെ സക്കറിയുണ്ട്. ഈ കത്ത് സക്കറിയുടെ മുമ്പിലേക്ക് ഒരു പറഞ്ഞ ഈ ചെക്കൻ നന്നായിട്ട് കഥകൾ എഴുതുന്ന ഒരാളാണ്, അതുകൊണ്ട് അവനോട് ഒരു കഥ ഇന്ത്യ ടുഡേക്ക് അയച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അവൻ മരണയോഗ്യൻ എന്ന് പറയുന്ന കഥ അയച്ചു കൊടുത്തി. എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത 2000 രൂപ പ്രതിഫലമായിട്ട് കിട്ടി. അപ്പൊ അതാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു. പിന്നെ പടിപടിയായി ഉയർന്ന് ഞാൻ എത്തിയത് അത് എന്താന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഈ വായനയുടെ ഒരു കൂടിക്കൂടലാണ്. പക്ഷേ അത് പിന്നെ ഈ അവൻ മരണയോഗ്യൻ എന്ന് പറയുന്ന കഥ MG യൂണിവേഴ്സിറ്റിയുടെ ഒരു പാഠ്യ പുസ്തകത്തിൽ വന്നു. അപ്പൊ നരേന്ദ്രപ്രസാദും DV വീരേന്ദ്രനും കൂടി ഒരു ദിവസം എന്നെ വിളിച്ചിട്ടും പറഞ്ഞ്, സർവകലാശാലയുടെ പടി പോലും കയറാത്ത നിന്റെ പുസ്തകം ആണ് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത്, അവരുമായിട്ട് നീ ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ നന്നായിരിക്കും. ഒരു ദിവസം പണിയില്ലാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, വണ്ടിക്കാശൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുകയും 1 മണിക്കൂർ ലിഷറുള്ള 1 മണിക്കൂർ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളിലൂടെ വന്നു. പിന്നെ ഒത്തിരി എഴുതാൻ കഴിഞ്ഞു. ഇത്രയും വർഷം എഴുതിയിട്ടും എനിക്കാകെ 3 കഥാസമാഹാരങ്ങളേ ഉള്ളൂ. അവൻ മരണയോഗ്യനും, കുഞ്ഞുണ്ണി പറഞ്ഞ ആദ്യ ഒരാളിൻ്റെ കഥയും, പിന്നെ അൾത്താര വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ കഥയും, പിന്നെ ഒരു മറിയമ്മ എന്ന മറിമായ എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ 40 വർഷക്കാലത്ത് എഴുത്തിനുള്ളിൽ അത്രയും എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വിവർത്തകരെ കാണുമ്പോൾ ഭയങ്കര ആരാധനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രാമന്തളി സാറൊക്കെ എറണാകുളത്ത് ഒത്തിരി പ്രാവശ്യം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു എന്താ പറയണ, ഈ ദൈവത്തിന്റെ മുമ്പിൽ ഈ ഇതിനകത്ത് ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മുഖമുയർത്താൻ പോലും എനിക്കൊരു യോഗ്യത എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പോലെ പുറകോട്ട് വലിഞ്ഞുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ വളർത്തിയെടുത്തത്
ഈ നമ്മുടെ ലോകത്ത് നമ്മുടെ ലോകത്തിനും അപ്പുറത്തേക്ക് വേറെ നമ്മുടെ ലോകം കേരളം എന്ന് പറയുന്ന ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് മാത്രമല്ല സാഹിത്യം, വേറെ സാഹിത്യം എങ്ങനെ എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞത് അതും ഒരു ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനമില്ലാത്ത ഒരാൾ. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് അവസാനം വന്നപ്പോൾ ഞാൻ 22 വർഷമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇറങ്ങുന്ന വാനിറച്ച് ഇംഗ്ലീഷ് പറയുന്ന മനുഷ്യരുടെ ഒരു മാസികയുടെ എഡിറ്ററായിട്ട് ഉയരാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അത് 22 വർഷം ഒരിക്കലും അത് മോശമാകാതെ. അവർ പറഞ്ഞത് അവിടെ 50ഓളം പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൽ ഏറ്റവും ടോപ്പസ്റ്റ് ജനനി എന്ന് പറയുന്ന മാഗസിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്തോഷമൊക്കെ വരും. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ 22 വർഷം ശരിക്കും കവർന്നെടുത്തു. ഞാൻ എൻ്റെ എഴുത്തിലൊക്കെ ഭയങ്കര, സാറ് തന്നെ പറഞ്ഞു ജോർജ് ജോസഫ് പഴയ പോലെ ഒന്നും ആക്റ്റീവ് അല്ല എന്ന്. അപ്പോൾ അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ അന്നേപ്പത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അങ്ങനെയൊക്കെ മാറിപ്പോകും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മാതൃഭൂമിയിൽ തന്നെ എൻ്റെ കഥ 2015 തെരയെന്ന് പറഞ്ഞ കഥ വന്നു. പിന്നെ അതിനകത്ത് പിന്നെ ഒന്നും എഴുതിയില്ല. ഇങ്ങനെ ഇപ്പം എല്ലാവരും പിന്നെ എനിക്ക് ഫേസ്ബുക്ക് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ എൻ്റെ മകള് പറഞ്ഞു അപ്പൊ ഫേസ്ബുക്ക് ഒക്കെ വേണം, എന്നാലേ എഴുത്തുകാരനെ ആൾക്കാർ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവള് തന്നെ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി തരികയും ഞാൻ ഫേസ്ബുക്കിൽ വന്നു. കുറെ പേര് എന്നെ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് എൻ്റെ എഴുത്ത്. ഞാനൊരു കവിത വായിച്ചിട്ട്